ഹായ് ഓൾ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്പിസ്റ്റിൻ്റെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നത്. അതായത് ടൈപ്പിസ്റ്റിന് മാത്രമല്ല, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് പോലെയുള്ള എക്സാമിന് എല്ലാം ഏകദേശം ഈ സിലബസ് തന്നെയാണ്. അപ്പം ഈ എക്സാം എഴുതുന്നവർക്കെല്ലാം പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ കൂടിയാണിത്. അപ്പം നമ്മൾ ഒരു 5-8 വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് കാണണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ വീഡിയോസ് തൊട്ടുള്ളത് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ നോട്ട്സായിട്ട് വേണ്ടവർക്ക് നമ്മുടെ ടെലഗ്രാമിൽ ഡെയിലി നോട്ട്സും ക്വസ്റ്റ്യൻസും അതുപോലെ ചെറിയ PDF-ഉമായിട്ട് കുറേശ്ശെ ചെയ്യാറുണ്ട്. അങ്ങനെ വേണ്ടവർക്ക് നമ്മുടെ ടെലഗ്രാമിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്തോളൂ. പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് പ്രകാരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡെയിലി നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പം ആ എക്സാം എഴുതുന്നവർക്ക് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കിട്ടും. അപ്പം നമുക്ക് 81ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. In office and typewriting institution generally use dash typewriter. അതായത് ഓഫീസുകളിലും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ജനറലി ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്റർ ഏതാണെന്നാണ്. ഓപ്ഷൻ പോർട്ടബിൾ, സ്റ്റാൻഡേർഡ്, മാനിഫെസ്റ്റ്, നൺ ഓഫ് ദിസ്. പോർട്ടബിൾ, സ്റ്റാൻഡേർഡ്, മാനിഫെസ്റ്റ്, നൺ ഓഫ് ദിസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. 82ാമത്തെ ക്വസ്റ്റ്യൻ. ആഫ്റ്റർ പങ്ക്ച്വേഷൻ ഓഫ് ഫുൾ സ്റ്റോപ്പ്, ഇൻട്രൊഗേഷൻ, എക്സ്ക്ലമേഷൻ ആൻഡ് കോളൻ ഡാഷ് സ്പേസസ് ഷുഡ് ബി ലെഫ്റ്റ്. അതായത് ഫുൾ സ്റ്റോപ്പിനും ഇൻറ്റഗ്രേഷനും എക്സ്ക്ലമേഷനും ആൻഡ് കോളൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര സ്പേസാണ് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ 1, 2, 3, 4. ആൻസർ വരുന്നത് 1 ആണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് പാർട്ട് ഹെൽപ്പ് ഇൻ ടേക്കിംഗ് സൈക്ലോസ്റ്റൈൽഡ് കോപ്പീസ്. ദ ഫോളോയിങ് പാർട്ട് ഹെൽപ്പ് ഇൻ ടേക്കിംഗ് സൈക്ലോസ്റ്റൈൽഡ് കോപ്പീസ്. സൈക്ലോസ്റ്റൈൽഡ് കോപ്പീസ് എടുക്കാൻ സഹായിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഇംപ്രഷൻ റോളർ, റെഗുലേറ്റിംഗ് മീറ്റർ, ഇങ്ക് ഫീഡ് ട്രേ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇംപ്രഷൻ റോളറാണ്. സൈക്ലോസ്റ്റൈലോസ്കോപ്പീസ് എടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇംപ്രഷൻ റോളർ. 84ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ദ മെയിൻ സ്പ്രിംഗ് സ്ക്രൂ ഷുഡ് ബി ടേൺഡ് ടു ഇൻക്രീസ് ദ ടെൻഷൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ദ മെയിൻ സ്പ്രിംഗ് സ്ക്രൂ ഷുഡ് ബി ടേൺഡ് ടു ഇൻക്രീസ് ദ ടെൻഷൻ. അതായത് മെയിൻ സ്പ്രിംഗ് സ്ക്രൂവിൻ്റെ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നാണ്. ഓപ്ഷൻ ഡൗൺവേർഡ് ആണോ, അപ്വേർഡ്, ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. അതിലേത് ഡയറക്ഷനിലായിരിക്കും എന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ക്ലോക്ക് വൈസ്. 85ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ക്യാരക്ടർ കീ ഓഫ് സ്പേസ് ബാർ ഈസ് പ്രസ്ഡ് ദ ക്യാരേജ് മൂവ്സ് ടുവേർഡ്സ് ഡാഷ്. നമ്മൾ സ്പേസ് ബാറിൽ പ്രസ് ചെയ്യുമ്പോൾ ക്യാരേജ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ലെഫ്റ്റ്, റൈറ്റ്, ഡൗൺവേർഡ്, അപ്വേർഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ലെഫ്റ്റിലോട്ടാണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഷേപ്പ് ഓഫ് സിലിണ്ടർ ഈസ്. സിലിണ്ടറിൻ്റെ ഷേപ്പ് എന്താണ്? ഓപ്ഷൻ റൗണ്ട്, സ്ക്വയർ, യൂണിഫോം, നൺ ഓഫ് ദിസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, റൗണ്ട് ആണ്. 87ാമത്തെ ക്വസ്റ്റ്യൻ. ഡി ഇൻ റോമൻ ലെറ്റേഴ്സ് മീൻസ് 50, 100, 500, 200. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 500. 88ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡോഗ്സ് ആർ ദെയർ ഇൻ എ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിൽ എത്ര ഡോഗ്സ് ഉണ്ടെന്നാണ്. ഓപ്ഷൻ 3, 6, 2, 1. 3, 6, 2, 1. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 2 ആണ്.
89ാമത്തെ ക്വസ്റ്റ്യൻ. ദ എസ്കേപ്മെൻറ്റ് വീൽ ഈസ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ടൈപ്പ്റൈറ്റർ ബിഹൈൻഡ് ദ ഡാഷ്. The escapement wheel is in the center of the typewriter behind the dash. ടൈപ്പ്റൈറ്ററിൻ്റെ ബിഹൈൻഡിലുള്ളത് എന്താണ്? ഓപ്ഷൻ യൂണിവേഴ്സൽ ബാർ, ഡോഗ് ബ്ലോക്ക്, പീനിയൻ വീല്, മെയിൻ സ്പ്രിംഗ് ഡ്രം. യൂണിവേഴ്സൽ ബാർ, ഡോഗ് ബ്ലോക്ക്, പീനിയൻ വീല്, മെയിൻ സ്പ്രിംഗ് ഡ്രം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പീനിയൻ വീലാണ്. ദ എസ്കേപ്മെൻറ്റ് വീൽ ഈസ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ടൈപ്പ്റൈറ്റർ ബിഹൈൻഡ് ദ പീനിയൻ വീൽ എന്നാണ് വരുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്യാരക്ടർ കീസ് ആർ അറേഞ്ച്ഡ് ഇൻ ടൈപ്പ്റൈറ്റർ ഡാഷ്. ക്യാരക്ടർ കീസ് അറേഞ്ച് ചെയ്യുന്ന ടൈപ്പ്റൈറ്ററിൽ എത്ര പാർട്ടായിട്ടാണ്? ഓപ്ഷൻ 2, 4, 5, 3. ആൻസർ വരുന്നത് 4 ആണ്. നമ്മുടെ ടൈപ്പ്റൈറ്ററിൻ്റെ കീബോർഡിൽ നോക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇത് 4 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന്.